പ്രൈസ് ദ ലോർഡ്. ജയോത്സവം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കു വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചു കേൾക്കാം. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവനെ കൊടുത്തു, നീ അവന് ജീവൻ കൊടുത്തു. അതല്ലേ എൻ്റെ അർത്ഥം. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് ജീവനെ കൊടുത്തു. അപ്പോൾ ജീവനെ തരാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, ജീവന്റെ ഉടമസ്ഥനായ ദൈവം. ജീവന്റെ ഉടമസ്ഥനാരാ? നമ്മളല്ല. നമ്മുടെ ജീവൻ ഒരു ദിവസം കൂടെ പിടിച്ചു കിടത്താനുള്ള ശക്തി നമുക്കില്ല. എന്നാൽ ഇത് നമ്മളിലുള്ളത് ദൈവം നിർത്തുന്നത് കൊണ്ടാണ്. അതിനെ ജീവഭാണ്ഡത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആണോ അല്ലയോ? ആമേൻ. അപ്പോൾ ജീവൻ തരാൻ ദൈവത്തിന് കഴിയും. ജീവനെ അപേക്ഷിച്ചു, ദൈവം എന്ത് ചെയ്തു? ജീവനെ തന്നു. മനുഷ്യരെല്ലാം മർത്യരാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ മർത്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല എന്നുള്ള ബോധമാണ് ഏറ്റവും വലിയ അറിവ്. ഈ ചിലരുടെ വിചാരം ഞാൻ ആരോ ആണെന്നുള്ള, അങ്ങനെയുള്ളവരെ മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. ഞാൻ ആരോ, ഐ ആം സംതിങ് എന്നുള്ള ഒരു ബോധം അകത്ത് വന്നാൽ അവൻ അഹങ്കാരിയായിട്ട് മാറും. എന്നാൽ ഞാൻ ഒന്നുമല്ല, ഐ ആം നത്തിങ് ലോർഡ്, നീയാണ് സകലതും. അതാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. ഏറ്റവും വലിയ അറിവ് ഞാൻ ഒന്നുമല്ല എന്നുള്ള അറിവാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് എവിടെയെങ്കിലും ഞാൻ ഐ ആം സംതിങ് സംവെയർ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ, കർത്താവേ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അത് നിന്റെ കൃപയാണ്, അത് നിന്റെ കരുതലാണ്. നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്, നീ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ആഴമായ അവബോധത്തിലേക്ക് ഞാനും നിങ്ങളും വരണം. സ്തോത്രം. നമ്മൾ വെറും മർത്യരാണ്. ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ്. അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും. ഈ ഒരു പ്രത്യാശ ആർക്കാ ഉള്ളേ? നമുക്കേ ഉള്ളൂ. ലോകമനുഷ്യനില്ലാത്ത ഒരു കാര്യം നമുക്കുണ്ട്. ലോകമനുഷ്യന് നമ്മളെക്കാൾ വലിയ കാറുണ്ട്, ലോകമനുഷ്യർക്ക് നമ്മളെക്കാൾ വലിയ വീടുണ്ട്, ലോകമനുഷ്യർക്ക് നമ്മളെക്കാൾ വലിയ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. എല്ലാം ലോകമനുഷ്യനുണ്ട്. ഇത് അവർക്കില്ലാത്തൊന്ന് നമുക്കുണ്ട്. എന്താണ്? പറന്നു പോകുമെന്നുള്ള വിശ്വാസം. അതുള്ളിൽ പ്രാപിച്ച ദൈവമക്കൾ നിരാശപ്പെടത്തില്ല, തകർന്നു പോകത്തില്ല. അവർക്കൊരു ഉറപ്പുണ്ട്. ആമേൻ. ഇതിവിടെ തീർന്നാലും തീരാത്തൊരു സാധനം അകത്തുണ്ട്. തീരാത്തൊരു സാധനം എന്റെ അകത്ത് ദൈവം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. ആ വാക്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ജീവനെ അങ്ങയോട് ചോദിച്ചു, യു ഗേവ് ഇറ്റ്, നീ എനിക്ക് തന്നു. അടുത്ത വാക്യം, അതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫോർ എവർ ആൻഡ് എവർ. എനിക്ക് തന്ന ജീവൻ ഇവിടെ ഈ ഭൂമിയിൽ തീരുന്ന ജീവനല്ല എനിക്ക് തന്നേ, എനിക്ക് നിത്യജീവൻ നീ തന്നു.
എവർ ആൻഡ് എവറായിട്ടൊരു ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ആ ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന നിത്യജീവനാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. യോബ് തന്റെ കഷ്ടതയെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതാ അധ്യായം? 14 അധ്യായം, ചാപ്റ്റർ 14. അവിടെ യോബ് പറഞ്ഞൊരു കാര്യം, ഒരു വൃക്ഷമായിരുന്നാൽ അതിന്റെ 7 കൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ വൃക്ഷത്തിന് എന്തോ ഉണ്ട്? വൃക്ഷത്തിന് ഒരു പ്രത്യാശ. എന്താ വൃക്ഷത്തിന് പ്രത്യാശ? നീയൊക്കെ എന്നെ വെട്ടിയാലും അടുത്ത മഴയത്ത് ഞാൻ കിളിർക്കും. അത് വൃക്ഷത്തിന്റെ പ്രത്യാശയാ. ഞാൻ കിളിർക്കുമെന്ന് വൃക്ഷത്തിനറിയാം. സ്തോത്രം, ആമേൻ. അടുത്തത്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. അത് ഇളക്കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിന്റെ വേര് നിലത്തെ പഴകിയാലും, അതിന്റെ വേര് പഴകിപ്പോയെന്ന് വെച്ചോ, എന്നാലും വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പം അത് കിളിർക്കും. അത് വീണ്ടും കിളിർക്കും. ഒരു തൈ പോലെ തളിരിടും. അടുത്തത്, പുരുഷനോ മരിച്ചാൽ, അയ്യോ, അത് കഴിഞ്ഞ് പുള്ളി നിരാശപ്പെടുക. വൃക്ഷത്തിലുള്ള പ്രത്യാശ പോലും നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓ, എൻ്റെ ജീവിതം പാഴാ, എന്നെ ഒന്നിനും കൊള്ളില്ല, എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നൊക്കെ പറയുന്ന പോലെ യോബ് തൻ്റെ കഷ്ടതയിൽ മക്കൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം നിരാശയിലായിപ്പോയി. യോബ് പറയാണ്, വൃക്ഷത്തിനുള്ള, ഒരു മരത്തിനുള്ള പ്രത്യാശ പോലും എനിക്കില്ല. അതാ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന സാധനം. എന്താണ്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നീ ഒരു പൊട്ടിയെ പോലെ എന്തിനാ പറയുന്നതെന്നൊക്കെ യോബിന്റെ ഭാര്യയെ നോക്കി പറഞ്ഞവൻ പ്രതിസന്ധിയുടെ അറ്റം വന്നപ്പം പറയുകയാണ്, ദൈവമേ, വൃക്ഷത്തിനുള്ള പ്രത്യാശ പോലും എനിക്കില്ലല്ലോ. അത് കഴിഞ്ഞ് 14-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. 14:14. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? പിന്നെ ചോദ്യമാണ് അടുത്തത്. അതേ അധ്യായത്തിൽ തന്നെയാണ്, അടുത്ത ചോദ്യമാണ്. എടാ, വൃക്ഷത്തിനുള്ള പ്രത്യാശ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? തീരുകയല്ലേ, ഇതോടെ തീരുകയല്ലേ? നിരാശപ്പെട്ടു പോയി. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ശക്തിപ്പെട്ടു. ദൈവമക്കളെ, നിരാശയൊക്കെ വരും, ഭാരങ്ങൾ വരും. ഹല്ലേലൂയ. എൻ്റെ അടുത്ത പ്രസംഗം ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സ്തോത്രം. നിരാശകൾ, വേദനകൾ എല്ലാം വരും. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നീ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ തണലിൽ നീ കിടക്കാൻ കുറച്ച് സമയമേ നിനക്കുള്ളൂ. അധികം നേരം കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ക്ഷീണിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ വിലാപ്പുറത്ത് തട്ടി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാല ചിലരെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കുക. ഭാരപ്പെടണ്ട മോനെ, നീ ഭാരപ്പെടണ്ട. നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയും. നിന്റെ വേദനയെ മാറ്റാൻ എനിക്ക് പറ്റും. നീ നിരാശപ്പെട്ടെടുത്ത്, നീ ലജ്ജിച്ചു പോയെടുത്ത് നിന്നെ മാനിക്കാൻ എനിക്ക് പറ്റും. പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക. നീ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. കൈവിട്ടുപോയതുപോലെ നിനക്ക് തോന്നിയാലും നിന്നെ ഓടിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്നാൽ 25-ാമത്തെ, എനിക്കത് 19-ാം അധ്യായം വരുമ്പോഴേക്കും യോബിന്റെ സ്വഭാവം മാറി. 19:25 ആണോ അല്ലയോ? എന്നെ വീണ്ടെടുക്കുന്നവൻ. 19-ാം അധ്യായം വന്നപ്പോൾ he totally changed. ആള് മാറി. യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും. അതിന്റെ അർത്ഥം ഞാൻ ജീവിക്കുമെന്ന് ഉറപ്പാർക്ക് കിട്ടി.
എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവനോട് Because he lives, I can face tomorrow. എൻ്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയമില്ല. എൻ്റെ ദൈവം ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് നിരാശയില്ല. എൻ്റെ ദൈവം ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. എന്നെ ഉയർത്തുന്ന, എന്നെ റൈസ് ചെയ്യുന്ന, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഇന്നും എൻ്റെ കൂടുണ്ട്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം കൂടുണ്ട്. നീ ഒരിടത്തും തകർന്നു പോയി ആരുടെ മുമ്പിലും ലജ്ജിച്ചു പോകാൻ അവൻ നിന്നെ നിന്ദിച്ച കൂട്ടുകാർ കാണും, നിന്നെ നിന്ദിച്ച കുടുംബക്കാർ കാണും, നിനക്കെതിരെ നിന്നവരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ മുമ്പിൽ അവൻ നിന്റെ സ്ഥിതി മുമ്പിലത്തേക്കാൾ പിന്നത്തേതിൽ അനുഗ്രഹമാക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അടുത്തത്, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. എന്റെ ദൈവത്തെ ഞാൻ കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ കാണും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ. ഞാൻ ജീവനെ ചോദിച്ചു, എൻ്റെ ദൈവം എനിക്ക് ജീവനെ മാത്രമല്ല നിത്യജീവൻ, എന്നേക്കുമുള്ള ജീവൻ, ദ ലൈഫ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ആ വാക്യം എടുത്ത്, എന്നേക്കുമുള്ള ജീവൻ. 21 സങ്കീർത്തനം. Even length of days for ever and ever, ever and ever. എന്നേക്കുമുള്ള ദീർഘായുസ് എൻ്റെ ദൈവം എനിക്ക് തന്നു. അത് ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അത് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമുക്ക് കിട്ടിയ ഉറപ്പ് ഈ ഭൂമിയിലെ ബംഗ്ലാവല്ല. നമുക്ക് കിട്ടിയ ഉറപ്പ് ഈ ഭൂമിയിലെ സമ്പത്തല്ല. നമുക്ക് കിട്ടിയ ഉറപ്പ് ഈ ലോകത്തിലെ ഒന്നുമല്ല. നമുക്ക് കിട്ടിയ ഉറപ്പ് നിത്യജീവനാണ്. അത് പ്രാപിച്ചവർ അതിൽ മുറുകെ പിടിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ നാമത്തിൽ ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ഓ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. കുന്നുകളകന്നിടിലും മഹാപർവ്വതം മാറിയിടിലും, കുന്നുകളകന്നിടിലും മഹാപർവ്വതം മാറിയിടിലും തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ. തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ. ദൈവത്തിൻ നാമത്തിൽ ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ഓ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. സിയോനിലവൻ നമുക്കാ അതിശ്രേഷ്ഠമായി മൂലക്കല്ല. സിയോനിലവൻ നമുക്കാ അതിശ്രേഷ്ഠമായി മൂലക്കല്ല. തന്നോട് ചേർന്നു നാമും തന്റെ ജീവക്കല്ലുകളായിടാം. ഓ തന്നോട് ചേർന്നു നാമും തന്റെ ജീവക്കല്ലുകളായിടാം. ആമേൻ. ദൈവത്തിൻ നാമത്തിൽ ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ
ധ്യാനിച്ചിടാം തന്റെ കൃപകൾ ദിനവും കർത്തൻ തൻ വരവിൻ നാളിൽ തന്റെ കാന്തയ നമ്മെ ചേർന്നിടും കർത്തൻ തൻ വരവിൻ നാളിൽ തന്റെ കാന്തയ നമ്മെ ചേർന്നിടും എന്റെ കണ്ണൂരിയെല്ലാം തുടയ്ക്കും തന്റെ മാർവോട് ചേർന്നിടുമേ എന്റെ കണ്ണൂരിയെല്ലാം തുടയ്ക്കും തന്റെ മാർവോട് ചേർന്നിടുമേ ഓ ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ കൃപകൾ ദിനവും ഓ മോദമായി ധ്യാനിച്ചിടാം തന്റെ കൃപകൾ ദിനവും